Good morning, dear students. Welcome to the online class. In today's class, we are going to study a new topic, data processing and displaying. Data processing and displaying includes so many topics, and interpretation of data and data analysis also included in the chapter. What do you mean by data processing? After collecting the data as a part of the research study, it has to be processed. Processing is the essential for scientific study so as to ensure all these data are collected for making comparison and analysis. നമ്മൾ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ഡാറ്റകളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പ്രോസസ്സിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, പ്രൈമറി ഡാറ്റയാണ് നമ്മളൊരു സോഴ്സായിട്ട് പ്രൈമറി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യണം. സർവേ ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. കിട്ടിയിട്ടുള്ള ഡാറ്റകൾ റോ ഡാറ്റകളായിരിക്കും. ഒരുപാട് റെസ്പോൺസുകൾ ക്വസ്റ്റിനെയറിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, റെസ്പോണ്ടൻസ്. ആ റെസ്പോൺസുകൾ നമുക്കതൊരു മീനിങ് ഫുള്ളായിട്ട് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റോ ഡാറ്റകളെ ആ ഡാറ്റകളുടെ അതിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, അതിൻ്റെ റെസ്പോൺസിൻ്റെ നേച്ചർ അനുസരിച്ചുകൊണ്ട് അതിനെ പല രീതികളിൽ പല സ്റ്റേജസുകളിലൂടെ മീനിങ് ഫുള്ളായിട്ട് അനാലിസിന് വിധേയമാക്കുമ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് പറയുന്നതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. So data processing is the intermediary stage between collection of data and analysis of data. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു പ്രോസസ്സിംഗ് ആണ് എന്ത് പറയുന്നത്? ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങിൽ ഒരുപാട് സ്റ്റേജസുകളുണ്ട്. 4 സ്റ്റേജസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നമ്പർ 1 എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഈ 4 സ്റ്റേജസുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ഡാറ്റകളും റോ ഡാറ്റകളായിട്ടാണ്. റെസ്പോണ്ടൻസിന് ക്വസ്റ്റിനെയറോ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റർ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റകൾ അത് ചിലപ്പോൾ കോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, ചില അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, വളരെ സ്പീഡിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഡാറ്റകളെ അനാലിസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പ്രത്യേക രീതിയിലേക്ക് അതിനെന്ത് ചെയ്യണം? മീനിങ് ഫുള്ളായിട്ട് മാസ്സായിട്ടുള്ള ഡാറ്റകളുണ്ടെങ്കിൽ വളരെ കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സിമിലർ നേച്ചറിലുള്ള ഡാറ്റകളാണെങ്കിൽ ഒരേപോലുള്ള ഡാറ്റകളെ ഗ്രൂപ്പിംഗ് ചെയ്തുകൊണ്ട്, ക്ലാസിഫൈ ചെയ്തുകൊണ്ടൊക്കെ അനാലിസിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജാണ് ആക്ച്വലി ഒരു റിസർച്ചിലെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. വളരെ വ്യക്തമായും കൃത്യമായും അതിനെ ആ സ്റ്റേജസിലൂടെ അനാലിസിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് കടന്നു പോകാം. വാട്ട് ഡു യു മീൻ ബൈ ഡാറ്റ പ്രോസസ്സിംഗ്? ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് എ കൺവേർഷൻ ഓഫ് റോ ഡാറ്റ ഇൻ ടു എ മീനിങ് ഫുൾ അനാലിസിസ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡ്രോൺ ഫ്രം എ കൺക്ലൂഷൻ ഓർ എ റിസൾട്ട്. Then processing is an intermediary stage between the collection of data and analysis of data. The processing stage mostly more for important stages, that is number 1 editing, number 2 coding, another one classification and ടാബുലേഷൻ. ഓരോ സ്റ്റേജസിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് ഓരോ പോയിന്റുകളുടെയും ഇമ്പോർട്ടൻസ്, ഈ പ്രോസസ്സിംഗ് സ്റ്റേജിലെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാവും. ഫസ്റ്റ് കേസ് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുന്ന ടേം നമുക്ക് വളരെ സിമിലർ ആണ് അല്ലേ? പല കാര്യങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും അതൊരു ഫൈനലൈസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചില മോഡിഫിക്കേഷൻസുകൾ, ഓൾട്ടറേഷൻസുകൾ, ചില കറക്ഷൻസുകൾ, എറേഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട്, അത് ഒമിറ്റ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്നൊരു സ്റ്റേജാണ് ആക്ച്വലി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ എഡിറ്റിംഗ് തന്നെയാണ് എവിടെയും ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് സ്റ്റേജായിട്ട് പ്രോസസ്സിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് ഈസ് ദി process of examining the data collected through questionnaire or an schedule, then to detect errors and omission and to correct these as far as possible.
നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ എഴുതിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്താണെങ്കിൽ എഡിറ്റിംഗ് ചെയ്തത് കൊണ്ട് എറേഴ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒമിറ്റ് ചെയ്യണം. എന്തെങ്കിലും കറക്ഷൻസുകൾ വരുത്താനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. അത് തന്നെയാണ് ഇവിടത്തെയും എഡിറ്റിംഗ് പറയുന്നത്. എഡിറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് എക്സാമിനിങ് the data are collected as per questionnaire or a schedule and to detect the errors and to omission and to correct the data as far as possible. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് റെഫ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഡാറ്റകളെ ഒഴിവാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കിട്ടിയ ഡാറ്റകളെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷനിൽ കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ്. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡാറ്റകളെ ക്വസ്റ്റ്യനെയറിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഷെഡ്യൂളാണ് യൂസ് ചെയ്തതെങ്കിൽ ആ ഷെഡ്യൂളിൽ കൊടുത്തുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് അറിയണം. അല്ലെങ്കിൽ എഡിറ്ററിനെ ഒരാളോ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റർക്ക് മനസ്സിലാകണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കുന്നത് ആക്യുറേറ്റ് ദ ഡാറ്റ, കറക്റ്റായിട്ടായിരിക്കണോ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുള്ളത്. റെസ്പോണ്ടൻസിന് കൊടുത്ത ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെയറുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയറിൽ ഒരു 25 ക്വസ്റ്റ്യൻസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് കരുതുക. എങ്കിൽ ആ ക്വസ്റ്റ്യൻസുകളെല്ലാം കറക്റ്റായിട്ട് ആ ഡാറ്റകൾ അയാൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ, റെസ്പോൺസ് ചെയ്തിട്ടുണ്ടോ, ആക്യുറേറ്റ് ആണോ ഡാറ്റ എന്നുള്ളത് നോക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വിത്ത് ദി അതർ ഫാക്ട് ഗാതേർഡ്. നമുക്ക് ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസുകളും റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അവർ കളക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. യൂണിഫോംലി എൻറ്റേർഡ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 25 ആൻസർ ചെയ്തിട്ടുണ്ടോ. ചില ആളുകൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ, ചില ആളുകൾ ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ആൻസർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ യൂണിഫോംലി ഗാതേർഡ്, ദെൻ എൻറ്റേർഡ്. നെക്സ്റ്റ് ആസ് കംപ്ലീറ്റ് ആസ് പോസിബിൾ, ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ നെക്സ്റ്റ് നോക്കണേ ആക്സെപ്റ്റബിൾ ഫോർ ടാബുലേഷൻ ആൻഡ് അറേഞ്ചിങ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ടാബുലേഷൻ ആൻഡ് കോഡിംഗ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളെ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രോസസ്സിങ്ങിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഡാറ്റ എഡിറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളെല്ലാം ആക്യുറേറ്റ് ഡാറ്റകളാണോ, എല്ലാ ക്വസ്റ്റ്യൻസുകളും എൻ്റർ ചെയ്തിട്ടുണ്ടോ, കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകൾക്കും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും. ഇനി നമുക്ക് ടാബുലേഷൻ ചെയ്യാനാവുന്ന രീതിയിലാണോ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം അവർ ആൻസർ ചെയ്തിട്ട് ഒരു ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള മെത്തേഡിലേക്ക് അവർ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എഡിറ്റിങ്ങിലൂടെ എക്സാമിൻ ചെയ്യുന്നത്. സാധാരണയായിട്ട് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് 2 മെത്തേഡുകൾ യൂസ് ചെയ്യാം. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യാം, മറ്റൊരെണ്ണം സെൻട്രൽ എഡിറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ എന്ത് ആയിക്കഴിഞ്ഞാലും എഡിറ്റിംഗ് കൊണ്ട് ഡാറ്റ ആക്യുറേറ്റ് ആണോ, ഇത് കോൺസിസ്റ്റൻ്റ് ആണോ, കംപ്ലീറ്റ് ആണോ എന്നുള്ളതാണ്, കറക്റ്റായിട്ടാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ എഡിറ്റർ, നമ്മളൊരു എഡിറ്ററിന് അതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡിറ്റർ പരിശോധിക്കുന്നത് ഈ ഡാറ്റ ഇതുപോലെ കറക്റ്റാണോ എന്നുള്ളതും ആക്യുറേറ്റ് ആണോ എന്നുള്ളതും കംപ്ലീറ്റഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും. ഇത് കഴിഞ്ഞാൽ നമുക്കത് ടാബുലേഷൻ ചെയ്യാനായിട്ട് വളരെ സൗകര്യമാണോ എന്നുള്ളതുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഏത് ഡാറ്റകൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ ക്വസ്റ്റ്യനെയർ കൊടുത്താണെങ്കിൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായി വായിക്കണം. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ എന്താണെന്നുള്ളത് ഈ എഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ മുമ്പ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഇൻസ്ട്രക്ഷനിൽ പറയും റെസ്പോണ്ടൻ്റ് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യണം, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്. റെസ്പോൺസുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ എഡിറ്റർ നന്നായി വായിച്ചതിന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ 2 മെത്തേഡിലൂടെ ഈ പറയുന്ന എഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഒന്ന് ഫീൽഡായിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യാം, മറ്റൊരു സെൻട്രൽ എഡിറ്റിംഗ് ചെയ്യാം. ഫീൽഡ് എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവി ഒരുപാട് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ ഒരുപാട് ഒപ്പീനിയൻസോ സജഷൻസുകളോ എക്സ്പ്ലനേഷൻസുകളോ പറയുന്നുണ്ടാവും. അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കും അല്ലെങ്കിൽ രീതിയിലായിരിക്കും അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
റെസ്പോണ്ടൻ്റ് ആ ഇൻഡിവിജ്വൽ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കാം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസുകൾ ഊഹിച്ചുകൊണ്ടൊന്നും നമുക്കതിൽ കറക്ഷൻസുകൾ വരുത്താനായിട്ട് പാടില്ല. വളരെ ഉറപ്പായിട്ടും ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള റെക്കോർഡ്സുകളാണ് അല്ലെങ്കിൽ റെസ്പോൺസുകളാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഫീൽഡ് എഡിറ്റിങ്ങിൽ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നുകിൽ അന്നേ ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് ദിവസം വൈകുന്തോറും നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കണം, ചിലപ്പോൾ നമുക്ക് മറവി ഉണ്ടായിരിക്കാം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതാണ് റിസർച്ചർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ ഫീൽഡ് എഡിറ്റിങ്ങിൽ സാധാരണയായിട്ട് ഫീൽഡ് എഡിറ്റിംഗ് നമുക്ക് ആ ഒരു സ്റ്റൈലുകളൊന്നും നമുക്ക് ഈ റൈറ്റിംഗ് സ്റ്റൈലുകളോ അല്ലെങ്കിൽ റെസ്പോൺസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള മെത്തേഡുകളൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി അപ്പോൾ കറക്ഷൻ ചെയ്യുന്നതാണ് ഫീൽഡ് എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാർജ് ഡാറ്റകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡാറ്റകളും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ ഓഫീസിലേക്കായിരിക്കും അതിനൊക്കെ ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വലിയൊരു സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ടീം ഓഫ് എഡിറ്റേഴ്സ് തന്നെ ഉണ്ടായിരിക്കും. ഒരു സ്മോൾ സ്റ്റഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എഡിറ്റർ മാത്രമായിരിക്കാം ഈ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റോങ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റോങ് പ്ലേസിൽ കറക്റ്റായിട്ടുള്ളതാണോ എന്നുള്ളത്, റോങ് പ്ലേസിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മന്ത് എന്ന് പറയുന്ന റെസ്പോൺസ് റെക്കോർഡ് ചെയ്യുന്നതിന് പകരം ഈ റെസ്പോണ്ടൻറ്റ് വീക്ക് എന്നാണെന്ന് വിചാരിക്കുക. വീക്കിനെ കുറിച്ചാണ് അയാൾ റെസ്പോൺസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള ക്വസ്റ്റ്യൻസുകൾ അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ബേസിൽ അതിനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മന്ത് എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കണം ഇയാൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന അനുമാനത്തിൽ എഡിറ്റർക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള ആൻസേഴ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫ്യൂസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സുകളൊന്നും ഈ എഡിറ്റർ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ആ റോങ് ആൻസേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. റോങ് ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള റെസ്പോൺസുകളിൽ അല്ലാതെ വരുന്ന കറക്റ്റ് അല്ലാത്ത ആൻസേഴ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റകളെ നമ്മളെന്ത് ചെയ്യണം, ഒഴിവാക്കണം. റിസൾട്ട് അനാലിസിസിലേക്ക് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ സെൻട്രൽ എഡിറ്റിങ്ങിൽ കൂടുതൽ ഡാറ്റകളൊക്കെ വന്നതിന് ശേഷം അതൊരുമിച്ചിരുന്ന് ചെയ്യുന്ന മെത്തേഡാണ്. ചില കേസുകളിലൊക്കെ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു വട്ടം കൂടെ ചിലപ്പോൾ റെസ്പോണ്ടിനെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിനെ വീണ്ടും കണ്ട് ആ റെസ്പോൺസിനെ ക്ലാരിഫൈ ചെയ്യണം. ചില കേസുകളിൽ നമുക്ക് ക്വസ്റ്റിനെയറൊക്കെ കൊടുത്താണെങ്കിൽ ആ ക്വസ്റ്റിനെയർ നമുക്കറിയാം ഇന്ന ആളാണ് ആ റെസ്പോണ്ടൻ്റ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇമെയിൽ ID ഇതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് കൊണ്ട് ആൻസറുകളെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എഡിറ്റർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ എഡിറ്റിങ്ങിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കിട്ടിയുള്ള ഡാറ്റകളൊക്കെ ലെജിബിൾ ആണോ എന്നുള്ളതാണ്, എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്നുള്ളതാണ്, കറക്റ്റായിട്ടല്ലാതെ എന്തെങ്കിലും ആൻസറബിൾ ആക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്, കംപ്ലീറ്റ് റെസ്പോൺസുകൾ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജുമാണ് എഡിറ്റിംഗ് എന്നത് ഉദ്ദേശിക്കുന്നത്. സോ എഡിറ്റിംഗ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് ദി ഗാതേർഡ് ഡാറ്റ ഫ്രം ക്വസ്റ്റിനെയർ ഓർ എൻ ഷെഡ്യൂൾ ആൻഡ് ടു എൻഷുർ ആൻഡ് ടു ഡിറ്റക്ട് ദ എറേഴ്സ് ആൻഡ് ഒമിഷൻ ആൻഡ് ടു അനലൈസ് ദി ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡിറ്റിങ്ങിൽ മെയിനായിട്ടും എന്തെല്ലാം ഗൈഡ് ലൈൻസുകളാണ് എഡിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുകളില്ല. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഈ പറയുന്ന മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് സ്റ്റഡീനെ അത് വളരെ യൂസ്ഫുൾ ആവും. ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് കൂടെയാണ്. ഡാറ്റ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റക്ട് ദ ഡാറ്റ ഈസ് ആക്യുറേറ്റ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ, ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇനി പറയുന്ന പോയിന്റ്സുകൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം എഡിറ്റർ എഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്പർ 1 പോയിന്റ് പറയുന്നത് ദ എഡിറ്റർ ഷുഡ് ഫെമിലിയറൈസ് വിത്ത് എ കോപ്പി ഓഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി ഇൻ്റർവ്യൂവേഴ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ക്വസ്റ്റിനെയർ തയ്യാറാക്കുമ്പോഴോ ഒരു ഷെഡ്യൂൾ തയ്യാറാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോഴോ നമുക്കൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റിനെയറിൻ്റെ മുമ്പ് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിനൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസുകൾ എന്തൊക്കെയാണോ ഇൻ്റർവ്യൂവിയോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം എഡിറ്റർ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. അതിനെക്കുറിച്ച് അയാൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഒരു 4 ചോയ്സുകൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ 4 ചോയ്സുകളിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ന്യൂമറിക്കലായിട്ടുള്ള മെത്തേഡിലൂടെയാണോ അല്ലെങ്കിൽ ആ റെസ്പോൺസുകൾ തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതാണോ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എഴുതുമ്പോൾ എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഡിറ്റർ എഡിറ്റിംഗ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് അയാൾക്കൊരു ഫെമിലറൈസേഷൻ ഉണ്ടായിരിക്കണം. അയാൾക്കത് അറിയാതെ എഡിറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റകൾ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. പക്ഷേ ക്വസ്റ്റിനെയർ കൊടുക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റർ കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ബേസിലായിരിക്കും റെസ്പോണ്ടൻറ്റ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇത് രണ്ടും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എഡിറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആവില്ല. കിട്ടിയ ഡാറ്റകളെ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഡാറ്റയുടെ ബേസിലാണ് ഒരു അനാലിസിസ് എന്ന് പറയുന്നതിൻ്റെ റിസൾട്ടിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അത് ഫുള്ളി ഫ്ലോപ്പായി മാറും. സോ ദ എഡിറ്റർ ഷുഡ് ഫെമിലറൈസ് വിത്ത് ദ കോപ്പി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദി ഇൻ്റർവ്യൂവേഴ്സ്. അതിപ്പോൾ ഇൻ്റർവ്യൂവേഴ്സിന് മാത്രമല്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻസുകൾ ക്വസ്റ്റിനെയറിൽ കൊടുത്തതാണെങ്കിൽ ആ ക്വസ്റ്റിനെയറിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻ കൂടെ അയാൾക്ക് ഫെമിലറൈസ് ആയിരിക്കണം. അനദർ പോയിന്റ്, ദ ഒറിജിനൽ എൻട്രി ഈസ് ഫൗണ്ട് ഇൻകറക്റ്റ് ഷുഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ഇറേസ്ഡ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇൻ്റെതാണെന്ന് അറിയാം, പക്ഷേ ഇൻകറക്റ്റായിട്ടാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് റെസ്പോണ്ടൻ്റ് എന്താണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ താഴെ ഒരു അണ്ടർലൈൻ കൊടുത്തുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളത്. താഴെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അയാൾ എങ്ങനെയാണോ ആൻസർ ചെയ്തിട്ടുള്ളത് അതൊക്കെ ലെജിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത് വരേക്കും അതിനെന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. ഒരിക്കലും അതിനെ കട്ട് ചെയ്ത് കൊണ്ടോ അല്ലെങ്കിൽ മയച്ച് കളഞ്ഞുകൊണ്ടോ നമ്മുടെ ഒപ്പീനിയൻസുകൾ എഴുതി വെക്കാനായിട്ട് പാടില്ല. അതാണ് നമ്പർ 2 പോയിന്റ്. ദ ഒറിജിനൽ എൻട്രി ഇഫ് ഫൗണ്ട് ഇൻകറക്റ്റ് ദ എഡിറ്റർ ഷുഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ഇറേസ്ഡ്. അനദർ പോയിന്റ്, എനി മോഡിഫിക്കേഷൻ ഈസ് മെയ്ഡ് ടു ദി ഒറിജിനൽ എൻട്രി ദ എഡിറ്റർ മസ്റ്റ് ബി സ്പെസിഫിക്കലി ഇൻഡിക്കേറ്റഡ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസുകൾ കൊടുത്തു, എല്ലാ ക്വസ്റ്റ്യൻസുകളും കംപ്ലീറ്റ് ആണ്, പക്ഷേ ചില ക്വസ്റ്റ്യൻസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡിഫിക്കേഷൻസുകൾ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ മോഡിഫിക്കേഷൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസുകളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എഡിറ്ററാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. റെസ്പോണ്ടൻ്റ് അല്ല. റെസ്പോണ്ടൻ്റ് തന്നിട്ടുള്ള ആ ക്വസ്റ്റിനെയറിലോ അല്ലെങ്കിൽ ആ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴോ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഓൾ കംപ്ലീറ്റഡ് ഷെഡ്യൂൾ ഷുഡ് ബി സൈൻഡ് വിത്ത് ഡേറ്റ് ആൻഡ് നെയിം. അതായത് നമുക്ക് ഷെഡ്യൂൾസുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളുകളിൽ എന്യൂമറേറ്റർ തന്നെയാണ്. ഇപ്പോൾ ഷെഡ്യൂളും ക്വസ്റ്റിനെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ക്വസ്റ്റിനെയറിൽ റെസ്പോണ്ടൻ്റ് ഇൻഫോർമൻ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ അല്ലെങ്കിൽ എന്യൂമറേറ്റർ അയാൾ തന്നെയാണ് ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾസുകൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എഡിറ്റർ അയാളുടെ പേര് എഴുതണം, ഡേറ്റ് എഴുതി സൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി കറക്റ്റഡ് ഓൺലി ഇഫ് ദ എഡിറ്റർ ആർ അബ്സല്യൂട്ട്ലി ഷുവർ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ, അതർവൈസ് ലീവ് ഇറ്റ് സച്ച് ആസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും എഡിറ്ററുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അയാളുടെ റെസ്പോൺസുകൾ മാർക്ക് ചെയ്യാനല്ല എഡിറ്റിംഗ് ചെയ്യുന്നത്. കറക്റ്റ് ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കിട്ടിയതിന് എക്സാമിനേഷൻ ചെയ്യുന്നതാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നമുക്കത് ഷുവറാണെന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ ഷുവറാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്ലാരിഫിക്കേഷൻ റെസ്പോണ്ടൻറ്റുമായിട്ട് നടത്തണം, അല്ലെങ്കിൽ നമുക്ക് താഴെ പറയുന്ന അല്ലെങ്കിൽ അതർ ക്വസ്റ്റ്യൻസുകളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ റിവ്യൂവിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് ഈ റെസ്പോണ്ടൻറ്റ് ഇങ്ങനെ
ആയിരിക്കും എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കൊണ്ട് അതിനെ മാർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ കറക്റ്റ് ആൻസറിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഇനി എന്തെങ്കിലും ഇൻകോൺസ്റ്റൻറ്റോ ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനാലിസിന് വേണ്ടി അത് ഉപയോഗിക്കേണ്ട, അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, റിഫ്യൂസ് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്തിരിക്കണം. സി ദ ന്യൂമറിക്കൽ ആൻസേഴ്സ് ആർ കൺവേർട്ടഡ് ടു ദ സെയിം യൂണിറ്റ്. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ സ്കെയിലിംഗ് ടെക്നിക്സുകൾ, സ്കെയിലിംഗ് ഓർ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തയ്യാറാക്കാം. എന്താ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടുതലുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻസുകളാണ് പറയേണ്ടത്. നമ്മളപ്പോൾ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസുകളാണ് കൊടുത്തത്. എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, നൈദർ എഗ്രി നോർ ഡിസഗ്രി, 5 ആൻസറുകൾ കൊടുത്തപ്പോൾ നമ്മൾ ആ ഓരോ ആൻസറുകൾക്കും 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് ആ ആൻസറുകൾക്ക് ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്പറുകളാണ് ഈ പറയുന്ന റെസ്പോണ്ടൻറ്റിനോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് അതിനെ നോക്കിയിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുന്ന ആൻസറിന് നമ്പർ 1 ആണ്. അപ്പോൾ ന്യൂമറിക്കലി ആൻസർ ചെയ്തിട്ടുള്ളത് അയാൾ 1 ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ്ലി എഗ്രി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കൺവേർഷനിലേക്ക് എഡിറ്റർക്ക് എത്താനായിട്ട് കഴിയണം. സ്ട്രോങ്ലി ഡിസഗ്രി ആണെങ്കിൽ നമ്പർ 5 ആണെന്നുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ന്യൂമറിക്കലി ആൻസർ കൊടുത്തതെങ്കിൽ അതിനെ സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുന്ന കൺവേർഷൻ, മീനിങ് ഫുൾ ആയിട്ടുള്ള കൺവേർഷനിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ന്യൂമറിക്കൽ ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും എഡിറ്റർ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിലേക്കാണ്, സെയിം യൂണിറ്റിലേക്കാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത്രയും പോയിൻറ്റ്സുകൾ എഡിറ്റിംഗ് കേസിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ ഡാറ്റകളെല്ലാം ആക്യുറേറ്റ് ആണോ, കംപ്ലീറ്റ് ആണോ, ഏതെങ്കിലും ഇറേഴ്സുകളോ മിസ്റ്റേക്സുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, ഡിറ്റക്ട് ചെയ്യുക, അതിനെ കഴിയുന്ന രീതിയിൽ മാത്രം അതിനെ കറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ എഡിറ്റിംഗ്. അനദർ സ്റ്റേജ് ഇൻ ദ പ്രോസസ്സിംഗ് ഈസ് ദി കോഡിംഗ്. എഡിറ്റിംഗ് കഴിഞ്ഞു. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് ആണ്. അപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോഡുകൾ കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ റെസ്പോൺസുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റിനെയർ കൊടുത്ത് നമുക്കറിയാം, ഇനി റെസ്പോൺസുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചെക്കിങ് ചെയ്തിട്ടുള്ള ആൻസേഴ്സുകൾ ഒരുപാട് ആൻസേഴ്സുകളാണ്. ഇപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസുകൾക്കും അയാൾ ആൻസർ തന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു 500ഓളം ആളുകളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഷോർട്ടൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം അതിനു വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്, കോഡിംഗ്. കോഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊടുത്ത റെസ്പോൺസുകൾക്ക് അല്ലെങ്കിൽ ആ ആൻസറുകൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഫിഗേഴ്സുകളോ അല്ലെങ്കിൽ നമ്പേഴ്സുകളോ സിമ്പിൾസുകളോ അങ്ങനെ കൊടുക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് കോഡിംഗ്. സോ കോഡിംഗ് ഈസ് ദി പ്രോസസ്സിംഗ് ഓഫ് അസൈനിങ് figures or symbols or numerals to the answered so that the response can be put into the large number and to sort or classify or classes. നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ആൻസറുകളെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഷോർട്ടൻ ചെയ്യണം. ഷോർട്ടൻ ചെയ്യുന്നതിന് വേണ്ടി ആ ആൻസറുകളെ എന്ത് ചെയ്യാണ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. ഒന്നുകിൽ അതിന് നമ്പറുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പുള്ള സിമ്പിൾസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഫിഗേഴ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് എല്ലാം അഗ്രി, ഇപ്പോൾ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്, ലിക്കേർഡ് സ്കെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 5 പോയിൻ്റ് ഉണ്ട്. സ്ട്രോങ്ലി അഗ്രി മുതൽ സ്ട്രോങ്ലി ഡിസഗ്രി വരെയുള്ള പോയിൻറ്റ്സുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുന്ന ഒരുപാട് റെസ്പോൺസുകൾ എന്തിലുണ്ടായിരിക്കും, ഓരോ ക്വസ്റ്റ്യനെയറിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുന്ന ആ റെസ്പോൺസിനെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്ന് ആണ്. അപ്പോൾ നമുക്കതിനെന്ത് ചെയ്യണം, ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ടൊരു ക്ലാസ്സുകളായിട്ടൊരു കാറ്റഗറിയിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാണ്,
സിമ്പിൾസുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗേഴ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കോഡിങ്. കോഡുകൾ കൊടുക്കാൻ നമ്മൾ പറയുന്ന ആ ഒരു രീതി. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡുകളാണ് ഈ കോഡിങ് ഓപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് ആക്ടുകൾ, രണ്ട് ടാസ്കുകൾ. നമ്പർ 1, ഡിസൈഡ് ഇൻ ദ കാറ്റഗറി ടു ബി യൂസ്ഡ് ആൻഡ് അസൈനിങ് ദ ഇൻഡിവിജ്വൽ കോഡ്സ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ആദ്യം തീരുമാനിക്കണം. ഇനി അതിനു വേണ്ടി ഓരോ ഇൻഡിവിജ്വൽ കേസുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസുകൾക്കും എങ്ങനെ കോഡ് കൊടുക്കുക അതും ആദ്യം തീരുമാനിക്കണം. നമ്മൾ പറഞ്ഞു ഒരുപാട് ആൻസറുകളുണ്ട്, ആ ആൻസറുകൾക്കൊക്കെ നമ്മൾ കോഡ് കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യണം. ഇനി ഓരോ ക്വസ്റ്റ്യൻസുകൾക്കും ഓരോരുത്തരുടെയും ആൻസറുകൾക്ക് അത് ഇൻഡിവിജ്വലി എങ്ങനെയാണ് ആ കോഡുകൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ആദ്യം ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് കോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡിംഗ് ഈസ് ദി അസൈനിങ് is the process of assigning figures or symbols or numbers to the responses so that it can be put into short or to reduce the answers into and to categorize the classes of the response. That is next പറഞ്ഞാൽ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ കോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളെ, ഒരു മാസ് ആയിട്ടുള്ള ഡാറ്റകളെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ അനാലിസിസ് കുറച്ചും കൂടെ സിംപ്ലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കോഡിംഗ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയ ഒരുപാട് ഡാറ്റകളെ വളരെ ചുരുങ്ങിയ രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊന്നും കൂടെ മീനിങ് ആയിട്ട് അനാലിസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡ് സ്റ്റേജാണ് കോഡിംഗ് എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ കോഡിങ്ങിൽ അതിൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ കോഡിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന പോയിന്റ്. ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റഡി ദ ആൻസേഴ്സ് കെയർഫുള്ളി. അതായത് നമുക്ക് കിട്ടിയ റെസ്പോൺസുകളെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് അസൈൻ സിമ്പിൾസുകളും ഫിഗേഴ്സുകളും കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറുകൾ വളരെ കൃത്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്താണ് ആൻസർ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൂടാതെ അതിൽ കോഡിംഗ് ഫ്രെയിം കൊടുക്കണം. കോഡിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കോഡുകളാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എന്നുണ്ടെങ്കിൽ ഓരോന്നിനും കോഡുകൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരേപോലുള്ള ആൻസറുകൾക്കാണോ കോഡ് കൊടുക്കുന്നത്, ഇത് ആദ്യം ശ്രദ്ധിക്കണം. കോഡിംഗ് ഫ്രെയിം ചെയ്യണം. ആദ്യം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കിയിരിക്കണം. ഏതൊക്കെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ഏതൊക്കെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള കോഡുകളാണ് കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ദ ഡെവലപ്പിംഗ് എ കോഡിംഗ് ഫ്രെയിം. നമ്പർ 3, പ്രിപ്പയർ കോഡിംഗ് മാനുവൽസ് വിത്ത് ദ ഡീറ്റെയിൽസ് വേരിയബിൾസ് നെയിം കോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മൾ കോഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ കോഡിങ്ങിന് ഒരു മാനുവലാണ്. എന്താ കോഡിംഗ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം കോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിങ്ങിൽ ഇപ്പോൾ നമ്പർ 1 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ഇതാണ് ഞാൻ കോഡായിട്ട് ഉപയോഗിച്ചത്. നമ്പർ 1 ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഡാറ്റ കോഡിങ് ചെയ്യുമ്പോൾ നമ്പർ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഇൻഡിവിജ്വലി അതിനെന്ത് ചെയ്യണം, അതിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ പറയുകയാണ്, സ്ട്രോങ്ലി എഗ്രി എന്ന് പറയുന്ന എല്ലാ റെസ്പോൺസുകളെയും ആണ് നമ്പർ 1 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്പർ 1 ആണെന്ന് ക്ലാസിഫൈ ചെയ്തു എന്ന് പറയുന്ന ഒരു മാനുവൽ ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അതിനെ ടാബുലേഷൻ പ്രോസസ്സിങ്ങിലോ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കോഡിംഗ് ഫ്രെയിം ചെയ്യലാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് മാനുവൽ. മാനുവൽ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിന് വ്യക്തമാക്കിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് കോഡിംഗ് മാനുവൽസ് ആർ ഓൾറെഡി പ്രിപ്പയർഡ് ബിഫോർ ദി കളക്ഷൻ ഓഫ് ദി ഡാറ്റ മേക്ക് റിക്വയർഡ് എഡീഷൻ ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ പാർഷ്യലി കോഡഡ് ക്വസ്റ്റ്യൻസുകൾ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ കോഡിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മാനുവൽ തയ്യാറാക്കി. അതായത് ഒരു 25 ക്വസ്റ്റ്യൻസുകളുണ്ട്. 25 ക്വസ്റ്റ്യൻസുകളും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതിന് കൊടുക്കേണ്ട കോഡുകൾ അയാൾ ന്യൂമറിക്കലി അതിനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ആൽഫബറ്റിക് ആയിട്ടുള്ള ഒരു ടേമിലേക്ക് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക പിക്ചേഴ്സുകളോ സിമ്പിൾസുകളോ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസുകൾക്ക് എങ്ങനെയാണ്
കോഡിങ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ കേസുകളിൽ ചില ക്വസ്റ്റ്യൻസുകൾക്കൊക്കെ പാർഷ്യലി ആയിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് കോഡിങ് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എഡിറ്റർ ഈ പറയുന്ന പ്രോസസ്സിങ് സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കംപ്ലീറ്റ് കോഡിങ്ങിൻ്റെ എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർഷ്യലി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസുകളോ അയാൾ എന്ത് ചെയ്തിരിക്കണം, അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കോഡ്സുകൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. നമുക്ക് ഇതിൽ പഠിക്കാനുള്ള മറ്റൊരു കാര്യം കൂടാണ് കോഡിംഗ് റൂൾസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കോഡിംഗ് സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലായി. കോഡിംഗ് സ്റ്റെപ്പിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് കോഡിംഗ് ഫ്രെയിം ചെയ്യണം. ഏതൊക്കെ ഐറ്റംസുകൾക്ക് എന്തൊക്കെയാണ് കോഡ്സുകൾ കൊടുക്കുക എന്നുള്ളത്. ഇനി ആ കൊടുത്ത ഐറ്റംസുകൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ മാനുവലും പ്രിപ്പയർ ചെയ്യണം. ഇനി അടുത്തത് പറയാനുള്ളത് നമുക്ക് കോഡിങ്ങിൻ്റെ റൂൾസുകളാണ്. അതായത് ഈ മാനുവൽ തയ്യാറാക്കുന്നതും അല്ലെങ്കിൽ കോഡിംഗ് ഫ്രെയിം എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈനാണ് പറയുന്നത് കോഡിംഗ് റൂൾസ് എന്ന് പറയുന്നത്. കോഡിംഗ് റൂൾസുകൾ. ഇപ്പോൾ കോഡിംഗ് റൂൾസുകൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് ഗിവ് ഈച്ച് റെസ്പോൺസ് എ കോഡ് നമ്പർ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. ഓരോ റെസ്പോൺസിനും എന്ത് ചെയ്യണം, ഓരോ കോഡുകളായിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ 25 ക്വസ്റ്റ്യൻസുകളുണ്ട്. ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സ്ട്രോങ്ലി എഗ്രി മുതൽ സ്ട്രോങ്ലി ഡിസഗ്രി വരെയുള്ള 5 റെസ്പോൺസുകളാണ്. അതിൽ ഓരോ റെസ്പോൺസുകൾക്കും നമ്മൾ കോഡുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ റെസ്പോൺസുകൾക്കും കോഡുകൾ കൊടുക്കുന്നുണ്ട്. അത് ഇൻഡിവിജ്വലി മാർക്ക് ചെയ്യണം. സ്ട്രോങ്ലി എഗ്രി അല്ലെങ്കിൽ ഒന്ന് അതിന് മാർക്ക് ചെയ്തു നമ്പർ 1, സ്ട്രോങ്ലി ഡിസഗ്രി നമ്പർ 5. അപ്പം അങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഓരോ റെസ്പോൺസുകൾക്കും അതിനെന്ത് ചെയ്യണം, ഈ കോഡിംഗ് കൊടുക്കേണ്ടതാണ്. അത് മനസ്സിലാകുന്നതിന് വേണ്ടി കോഡിംഗ് നമ്പർ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പ്രൊവൈഡ് കോഡ് നമ്പർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആൻസറുകൾക്കാണ് നമ്മൾ കോഡ് നമ്പർ കൊടുത്തത്. അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസുകൾക്കും നോക്കണം. 25 ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈ 25 ക്വസ്റ്റ്യൻസുകളും നമ്മൾ പല റെസ്പോണ്ടൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. അപ്പം നമ്പർ 1 ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെ കോഡ് ചെയ്തു, ഇനി ഓരോ അതിൻ്റെ റെസ്പോൺസുകളെ എങ്ങനെയാണ് കോഡിങ് ചെയ്തിട്ടുള്ളത്, ഇത് രണ്ടും മനസ്സിലാക്കണം. ഓരോ ക്വസ്റ്റ്യൻസുകൾക്കും ചെയ്യണം, ഓരോ ആൻസറുകൾക്കും കോഡിങ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റെസ്പോൺസസ് ഇൻക്ലൂഡിങ് ഡോണ്ട് നോ ഓപ്പൺ ആർ ടു ബി കോഡഡ്. ചില ക്വസ്റ്റ്യൻസുകൾക്ക് നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ആൻസേഴ്സുകൾ ഉണ്ടായിരിക്കാം. ചില ക്വസ്റ്റ്യൻസുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് നോ അല്ലെങ്കിൽ നോ ഒപ്പീനിയൻ എന്ന് പറയും. നോ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്രൽ ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഡോണ്ട് നോ എന്ന് പറയുന്ന ചില ക്വസ്റ്റ്യൻസുകൾക്ക് ഒപ്പീനിയൻ ഇല്ലെങ്കിൽ അയാൾക്ക് ഒപ്പീനിയൻ ഇല്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കോഡിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള റെസ്പോൺസുകൾക്കല്ലാതെ വരുന്ന ഈ പറയുന്ന റെസ്പോൺസുകൾക്കും കോഡിങ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ അഡീഷണൽ കോഡ്സ് ടു പാർഷ്യലി കോഡഡ് ക്വസ്റ്റ്യൻസുകൾ. ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെസ്പോൺസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളിൽ തന്നെ ഇപ്പോൾ ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ് എന്ന് ചോദിച്ചു. എഗ്രി ആണ്, എഗ്രി ഓർ ഡിസഗ്രി 2 ഓപ്ഷനേ കൊടുത്തിട്ടുള്ളൂ. ഇഫ് എഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്തെങ്കിലും ഒരു ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബായിട്ട് വരുന്ന റെസ്പോൺസുകൾക്കും എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന കോഡിങ് കൊടുത്തിരിക്കണം. ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എനി സ്പെസിഫിക്കേഷൻ അങ്ങനെ പറയുന്ന അതർ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സബായിട്ട് വരുന്ന റെസ്പോൺസുകൾ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ സ്റ്റഡിയുടെ ആവശ്യത്തിന് വേണ്ടി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ക്ലാരിഫിക്കേഷനോട് കൂടെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിനെയും റെസ്പോൺസുകൾ ആര് ചെയ്തിട്ടുണ്ടായിരിക്കും, റെസ്പോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റെസ്പോണ്ടൻറ്റുകളെല്ലാം എന്ത് ചെയ്യണം, സബായിട്ടുള്ള കോഡുകൾ കൊടുത്തുകൊണ്ട് കോഡിങ് ചെയ്യണം. എങ്കിലേ കോഡിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ കോഡിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലാർജ് ആയിട്ടുള്ള ഒരു ഡാറ്റകളെ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്ലാസ്സുകളാക്കി ചെയ്യുന്നതിന് വേണ്ടി സിമ്പിൾസുകളോ നമ്പേഴ്സുകളോ അല്ലെങ്കിൽ ചില പിക്ചേഴ്സുകളോ ഫിഗറുകളോ ഒക്കെ കൊടുക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് കോഡിങ്. കോഡിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലാർജ് ഡാറ്റകൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഒരു അനാലിസിലേക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡാണ്. അനദർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ സ്റ്റേജ് ക്ലാസിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. പ്രോസസ്സിംഗ് സ്റ്റേജിൽ
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തരംതിരിക്കുക എന്ന് പറയും അല്ലേ. എങ്ങനെയായിരിക്കും നമ്മൾ തരംതിരിക്കുക? ഒരേപോലുള്ള കാര്യങ്ങൾ ഒരേ ഗ്രൂപ്പിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ട് വരുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ട് വരുന്ന കാറ്റഗറിയിൽ വരുന്നതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റുക. ഇതന്നെയാണ് നമ്മൾ ഈ ഡാറ്റ അനാലിസിസിലെ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജും. ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ലാർജ് ആയിട്ടുള്ള ഡാറ്റകളെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്കോ കൺവേർട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്കാണ് വരുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിലേക്ക് വരുമ്പോൾ നമുക്കതെന്തായിരിക്കും? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ടാബുലേഷനൊക്കെ വളരെ സിമ്പിളായി മാറും. നമ്മൾ ക്ലാസിഫിക്കേഷന് ശേഷം പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടാബുലേഷനാണ്. അപ്പോൾ ആ ടാബുലേഷൻ ടാസ്കിനെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇഫക്റ്റീവായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയുള്ള ഡാറ്റകൾ, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റകളാണെങ്കിൽ അതിനെ സിംപ്ലിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ അൺഇൻ്റലിജിബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആണെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡബിൾ ആക്കി മാറ്റുക. ഓരോ പോലുള്ള ഡാറ്റകളാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റെഡ്യൂസിങ് ആണ്. ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാസ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഡാറ്റകളെ നമ്മൾ വളരെ ചെറിയൊരു രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ ലാർജ് മാസ് ഓഫ് ഡാറ്റ ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ് ഫോർ മീനിങ്ഫുൾ അനാലിസിസ്. It means the reducing. It is the process of reducing a large number of data into homogeneous group for what purpose? For meaningful analysis. നമുക്ക് ചെയ്യാനുള്ള ഡാറ്റ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 ക്വസ്റ്റ്യൻസുകളുണ്ട്. ഒരു 500 പേരിൽ നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ 500 പേരും പറയുന്ന ക്വസ്റ്റ്യൻസുകൾ ഒരേപോലുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്തിട്ടുള്ള ഒരേ ആൻസറുകൾ പറയുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരേ ആൻസറുള്ള ആളുകളെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുക. അതിൽ പകുതി പേര് ഒരേ ആൻസർ ഉള്ളവരായിരിക്കും, ആ പകുതി പേര് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വലിയൊരു ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളെ കുറേയും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ. Classification, in simple term, we can understood that it is the processing or dividing the data into different classes or groups according to their similarities and dissimilarities. നേരത്തെ പറഞ്ഞു, the reducing the data into homogeneous group for meaningful analysis. Then next same meaning specifies that the classification is the process. It is dividing the data into similar nature of data into one group, dissimilar nature of data into one group. The dividing of data in accordance with the similarities and dissimilarities. Same ടൈപ്പിലുള്ള ഡാറ്റകളെ ഒരു ഗ്രൂപ്പിലാക്കുക. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മാറ്റുക. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ്. കാരണം ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസുകളും ആൻസർ ചെയ്തിട്ടുള്ളത് 50 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂടുതൽ ഡാറ്റകളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 1 by 1 ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനെ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള അനാലിസിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻസുകൾ എടുത്തപ്പോൾ ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ് ഓഫ് ദി ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രി ഓർ ഡിസഗ്രി 2 ഓപ്ഷനാണ് കൊടുത്തുള്ളൂ. എഗ്രി പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാ ക്വസ്റ്റ്യനെയറുകളും മറിച്ച് നോക്കുക. എഗ്രി പറഞ്ഞിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? നമ്മൾ 500 പേരിൽ 400 പേരും എഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 400 പേരെയും എഗ്രി എന്ന് പറയുന്ന സിമിലർ ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലേക്ക് നമ്മൾ മാറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ യെസ് ഓർ നോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി ഓർ സ്ട്രോങ്ലി ഡിസഗ്രി 2 ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ്ലി എഗ്രി പറഞ്ഞിട്ടുള്ളത് എത്ര പേരുണ്ട്? അപ്പോൾ അതിനെല്ലാ ക്വസ്റ്റ്യനെയറുകളും പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 350 പേരും പറയുന്നത് സ്ട്രോങ്ലി എഗ്രിയാണ്. അപ്പോൾ അവനെ ഒരു കൺവേർഷൻ, ഒരു സിമിലർ നേച്ചർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. ദിസ് പ്രോസസിംഗ് ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ.
ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഡാറ്റകളെ ഇനി നമുക്ക് ടാബുലേഷൻ ചെയ്യാനും ഒരു അനാലിസ് ചെയ്യാനൊക്കെ വളരെ സ്റ്റാറ്റിസ്റ്റിക്കലി അനാലിസ് ചെയ്യാനൊക്കെ എന്തായിരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ ടു എ കോംപ്ലക്സ് ഇൻ ടു സിമ്പിൾ മെത്തേഡ്. ഒരു ഡാറ്റകളെ നമ്മൾ ഒരു പ്രത്യേക രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. വളരെ വലിയൊരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിമിലർ നേച്ചറുള്ള ഗ്രൂപ്പിലേക്ക് അതിനെ എന്ത് ചെയ്യുക, ഗ്രൂപ്പിംഗ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. ഒബ്ജക്റ്റീവ്സ് നമ്പർ 1, ടു ഓർഗനൈസ് ദ ഡാറ്റ ഇൻ ടു കൺസൈസ് ലോജിക്കൽ ആൻഡ് ഇൻ്റലിജിബിൾ ഫോം. നമുക്ക് കിട്ടുന്ന ഡാറ്റകളെ ശരിയായിട്ടുള്ള രീതിയിലേക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ ചെയ്യണം. ഫസ്റ്റ് സ്റ്റേജ് ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷേ എഡിറ്റിംഗ് കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിലേക്ക് നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാത്രമല്ല നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഡാറ്റകളുണ്ട്. ഈ ഡാറ്റകളൊക്കെ വളരെ വ്യക്തമായിട്ട് സിമിലർ ആണോ ഡിസിമിലർ ആണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ക്ലാസിഫിക്കേഷൻ വേണം. സോ ടു മേക്ക് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ വേരിയസ് ക്ലാസ്സസ് ക്ലിയർ. Another point, to facilitate comparison between various classes of data. കമ്പയർ ചെയ്യാനും വളരെ സിമ്പിളാണ്. കമ്പയർ ചെയ്യാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൈസ്? പ്രൈസിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു 500 പേരിൽ എഗ്രി പറഞ്ഞിട്ടുള്ളത് 400 പേരാണ്. അപ്പോൾ ഞാനൊരു ഗ്രൂപ്പിലേക്ക് 400 പേരാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 500 പേരിൽ, അതായത് മെജോറിറ്റി ആളുകളും ഈ പ്രൈസ്, ഈ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രൈസിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആ ടെസ്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഈ ക്വസ്റ്റ്യനെയറുകൾ കൊടുത്തപ്പോൾ തന്നെ അവർ അതിൽ ആ കൊടുത്ത പ്രൈസിൽ അവർ അഫോർഡബിൾ പ്രൈസ് ആണെന്ന് പറയുന്ന ഒപ്പീനിയനാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് കിട്ടിയുള്ളത്. അപ്പോൾ നമുക്ക് ഡാറ്റകളെ കമ്പയർ ചെയ്യാനായിട്ട് ഈസിയാണ്. അതായത് ഇനി എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ബ്രാൻഡിങ് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസുകളൊക്കെ നമുക്ക് കമ്പാരിസൺ വളരെ ഈസിയാണ്. സിമിലർ ആൻഡ് ഡിസിമിലാരിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ് ഓഫ് ഡാറ്റകളുടെയും ഓരോന്നിൻ്റെയും ഒരു സിഗ്നിഫിക്കൻസ് അനുസരിച്ച് കൊണ്ട് അത് മനസ്സിലാകാനായിട്ട് കഴിയും. ടു മേക്ക് ക്ലിയർ അണ്ടർലൈൻ എമംഗ്സ്റ്റ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഓരോ ഡാറ്റകളുടെയും നമ്പർ 1, നമ്പർ 2 ഐറ്റം വൈസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റകളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് അനാലിസിസ് ആൻഡ് ഫോർമുലേറ്റ് ജനറലൈസേഷൻ. ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടാബുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു ഏകദേശം അതിൻ്റെ ഒരു അനാലിസിലേക്കും ജനറലൈസേഷനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസുകളും നമുക്ക് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൻസറുകളൊക്കെ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പിംഗ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ ആൻസറുകളും നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സുകൾ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് കഴിയും. സോ ഇത് ഫെസിലിറ്റേറ്റ് അനാലിസിസ് ആൻഡ് ജനറലൈസേഷൻ പ്രോസസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നെസസറി ആൻഡ് അൺനെസറി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അൺഇമ്പോർട്ടൻ്റ് ഡാറ്റ. നമ്മൾ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളിൽ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ 50 ക്വസ്റ്റ്യൻസുകളിലും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യന് ഒബ്ജക്റ്റീവ്സിന് അത് ആൻസറബിൾ ആകുന്ന ക്വസ്റ്റ്യൻസുകൾ ചിലതൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റ അനാലിസിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ ഏതാണ്, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്ലാസിഫിക്കേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് മനസ്സിലായി ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ അത് ടാബുലേഷൻ ആയി കഴിഞ്ഞാൽ ഫൈനൽ അനാലിസിനും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനും ഹെൽപ്ഫുൾ ആകുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി പ്രോസസ്സിംഗ് ആണ് ആക്ച്വലി ഈ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡാറ്റ ലെജിബിൾ ആവണമെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആവണമെന്നെങ്കിൽ സിമിലർ നേച്ചറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. 2 മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ 2 രീതിയിലാണ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ external characteristics
Then next, internal characteristics. Internal characteristics. അതായത് നമ്മുടെ ഡാറ്റ എന്ത് ബേസിലാണോ നമ്മൾ അനലൈസിന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ characteristics may be again classified into classification on geographical basis and classification on periodical basis. ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജോഗ്രഫിക്കൽ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ജോഗ്രഫിക്കൽ ബേസ്. മറ്റൊരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് പീരിയോഡിക്കൽ ബേസിലാണ്. പീരിയോഡിക്കൽ ബേസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ജോഗ്രഫിക്കൽ ബേസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കൺട്രിയിലുള്ള എഡ്യൂക്കേഷൻ ലെവലിനെ നമ്മൾ അനലൈസ് ചെയ്യാണ് ടു സ്റ്റഡി അബൌട്ട് ദ ലിറ്ററസി ഓഫ് അവർ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റിലെയും എന്ത് ചെയ്യുകയാണ് ലിറ്ററസി ആയിട്ടുള്ള ആളുകളുടെ എണ്ണം, ലിറ്ററസി പീപ്പിൾ ഏതാണ്, ഇല്ലിറ്ററേറ്റ് ആരാണ്. അപ്പോൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നമുക്കതിനെന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വൈസ് നോക്കിക്കൊണ്ട് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് നമുക്കതിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ്റെ ബേസിലാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അതൊരു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും ആണ്, അതേസമയം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ജോഗ്രഫിക്കൽ ഏരിയ. അനദർ വൺ ക്ലാസിഫിക്കേഷൻ ഓൺ പീരിയോഡിക്കൽ ബേസിസ്. പീരിയോഡിക്കൽ ബേസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഓവർ പീരീഡ് ഓഫ് ടൈം ഒരു പ്രത്യേക പീരീഡിലേക്കാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ പീരീഡിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫേമിൻ്റെ പെർഫോമൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പെർഫോമൻസ് ടു അനലൈസ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ബാങ്ക് ഓഫ് എ ഒരു കമ്പനി. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ആ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 3 വർഷത്തെ പ്രോഫിറ്റിനെ അനലൈസ് ചെയ്യുന്നു. 2017, 2018, 2019 and 2020 ഈ പീരീഡിലുള്ള പ്രോഫിറ്റ് നമ്മൾ അനലൈസ് ചെയ്യാണ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈമിലാണ് അതിനെന്ത് ചെയ്യുന്നത്, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ 2017 ഞാൻ പറയുകയാണ് അവിടെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakhs ആണ്, 10 lakhs. 2018 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 lakhs ആണ്. ദെൻ 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakhs തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 lakhs. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റകളെ അനലൈസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു കമ്പാരറ്റീവ് ആയിട്ടുള്ളൊരു അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഇയറിലാണ് ബെറ്റർ ആയിട്ടുള്ള സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ളത്. ദാറ്റ് ഈസ് ദ ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് അല്ലെങ്കിൽ ഓർ അക്കോർഡിംഗ് ടു ദയർ പീരീഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമുക്ക് ആ ഒരു പീരീഡിൻ്റെ ബേസിൽ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നതാണ് അക്കോർഡിംഗ് ടു പീരിയോഡിക്കൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അക്കോർഡിംഗ് ടു ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദി ബേസ് ഓഫ് ദി ആട്രിബ്യൂട്ട് ഓർ വേരിയബിൾ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട് ആൻഡ് അക്കോർഡിംഗ് ടു വേരിയബിൾ. അത് രണ്ട് ക്ലാസിഫിക്കേഷൻ കൂടെ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിനുണ്ട്. അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്, then according to variable. നമുക്കറിയാം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളാണ്. നമുക്കതിനെ അനലൈസ് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ളവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനെ അനലൈസ് ചെയ്യാനായിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളാണ്. അങ്ങനെയുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്. അപ്പോൾ അതിലും രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. കൂടാതെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾ. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ് മീൻസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ ആർ മെഷേർഡ്. നമ്മൾ മെഷർ ചെയ്യുന്ന ഡാറ്റകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് കൊണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസിനെ കുറിച്ചാണ്. ആ സ്റ്റുഡൻസിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏജ്, വെയ്റ്റ്, റിലീജിയൻ, കാസ്റ്റ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് അനലൈസ്
അനലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് അക്കോർഡിംഗ് ടു ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കതിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ സ്റ്റുഡൻസിൻ്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം മെഷറബിൾ ആയിട്ടുള്ള യൂണിറ്റ്സുകളായിട്ട് വരുന്ന വേരിയബിൾസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾ. നമുക്കൊരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ, അതായത് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ക്യാരക്ടറൈസിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾ, അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്താണ്. നമുക്കിതിൻ്റെ എല്ലാം ഒരു ചാർട്ട് ഗ്രാഫുകളൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ഗ്രൂപ്പുകളൊക്കെ എക്സാമ്പിൾസോട് കൂടെ അടുത്ത ക്ലാസ്സിൽ പറയാം. ബാക്കിയുള്ള ടാബുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നമുക്ക് ബാക്കിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്കിൽ മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, വാട്ട് യു മീൻ ബൈ എഡിറ്റിംഗ് സ്റ്റെപ്സ്, എഡിറ്റിംഗ് റൂൾസ്, ഗൈഡ്ലൈൻ, പ്രാക്ടിക്കൽ ഗൈഡ്ലൈൻസ് ടു എഡിറ്റിംഗ് റൂൾസ്. another one coding, what do you mean by coding steps and coding rules. Last നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ, what do you mean by classification and objectives of classification and different types of classification. different types of classification കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നു. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് ഒന്ന് ജോഗ്രഫിക്കൽ ബേസിൽ നമുക്ക് ലൊക്കേഷൻ, അതിൻ്റെ ഏരിയ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് സ്റ്റഡീസിൽ അങ്ങനെയൊക്കെ വരുന്ന സ്റ്റഡീസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ജോഗ്രഫിക്കൽ ബേസിൽ ചെയ്യാം. നമുക്ക് പീരീഡ്, അതിൻ്റെ ഓരോ പ്രത്യേക ഇയർ വൈസുകളൊക്കെ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണെങ്കിൽ പീരീഡ് വൈസിൽ ചെയ്യുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡാറ്റയുടെ വിശേഷണം നോക്കിക്കൊണ്ട് ഒരു ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ആണോ മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റകളാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ഡാറ്റകളാണ് എന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ലിറ്ററസി, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ, ബ്രാൻഡിങ്, ലോയൽറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്. നമുക്ക് കിട്ടുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ ഏത് ഫാക്ടറിനെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിനെ മെഷറബിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ്, പ്രൊഡക്ഷൻ, ഇൻകം എന്നൊക്കെ പറഞ്ഞ്, ഡിമാൻഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഇപ്പോൾ ഡിമാൻഡിനെ അനലൈസ് ചെയ്യുന്ന ഒരുപാട് വേരിയബിൾസുകളാണ്. അതിൻ്റെ പ്രൈസ്, ഇൻകം ലെവൽ ഓഫ് ദ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിന് ആ വേരിയബിൾസുകൾ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റകളെ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് അക്കോർഡിംഗ് ടു വേരിയബിൾ. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസുകളുണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.